ഈശ്വരൻ നമുക്ക് ഉത്തരങ്ങൾ തരുന്നത് അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നത് ദൈവത്തിന്റെ തന്നെ രീതിയിലാണ് തരിക. ഓക്കെ, ഞാൻ അതിൽ ഹാപ്പിയാണ്. ആദ്യം ഒരു 10 പേര് കൈവക്കി, പിന്നീട് ഒരംഗം പോലും കൈവക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ സ്ത്രീകളാണ്. ദൂഷണമല്ല, അൻസിബയുടെ പേര് മറ്റൊരു യൂട്യൂബ് ചാനലിൽ കൂടെ വന്ന് ഭാവിയിൽ ചീത്തയാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അൻസിബ മീഡിയ എടുത്ത് വന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന സംഘടനയിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എല്ലാവരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടെന്നറിയാം. എന്നാലും നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചുമ്മാ എന്ന് പറയാൻ ഓർത്ത് വന്നതാണ്. ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചുമ്മാ ഒരു രസം അത്രയേ ഉള്ളൂ. അപ്പം ഇതിൽ ഈ അൻസിബയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, അൻസിബ നമുക്കറിയാം, നേരത്തെ തൊട്ടറിയാം. ഈ ബിഗ് ബോസിൽ വന്ന സമയം തൊട്ട് അൻസിബിതരായ ഒരു സ്റ്റാൻഡുണ്ട്. അൻസിബയുടെ ആ ഒരു സ്വഭാവത്തിനൊരു ക്വാളിറ്റി ഉണ്ട്. അതിനകത്ത് വന്നവരിൽ എല്ലാവരും പറഞ്ഞു കട്ടിൽ അൻസിബ എന്നൊക്കെ പറഞ്ഞൊരു പേരൊക്കെ വന്നായിരുന്നു. അവിടെ നിന്ന് അൻസിബ, പക്ഷേ അൻസിബ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ ഓരോ കാര്യങ്ങളും പറയേണ്ട രീതിക്ക് സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ അൻസിബ. ഏത് കാര്യവും തെളിവ് സഹിതമായിരിക്കും അൻസിബ പറയുന്നത്. എന്ന് പറഞ്ഞാലാണ് ഈ അമ്മയിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തെളിവോട് കൂടിയാണ്. ആദ്യം തൊട്ടേ അൻസിബേനെ ഒറ്റപ്പെടുത്തി ഭയങ്കര, അത് കൂടുതലും ഈ ലക്ഷ്മിപ്രിയയാണ്. ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞാൽ പക്കാ ഫ്രോഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളവർ. അവർ വായി വരുന്ന കോതയ്ക്ക് പാട്ടുന്ന പറയുകയും ചെയ്യും. പ്രാക്കാണ് അവരുടെ ഏറ്റവും സഹിക്കാൻ വയ്യാത്തത്. അവർ നീനാക്കുറുപ്പിനെ പ്രാക്കിന് അവർക്ക് തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയപ്പം തന്നെ ഇതൊക്കെ ഒന്ന് പരിഹരിച്ച് പോയിരുന്നെങ്കിൽ ഈ ഒരു സംഘടന ഇത്രയും മോശപ്പേര് കേൾക്കത്തില്ലായിരുന്നു. ഭയങ്കര അമ്മ എന്ന പേര് വെച്ച് അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസികൾ. പുരുഷ മേധാവിത്വം വേണ്ട, സ്ത്രീകൾ മതി തലപ്പത്ത്, സ്ത്രീകളാണ് വരേണ്ടത് എന്നും പറഞ്ഞ് സ്ത്രീകളുടെ മുൻഗണന മാങ്ങാത്തുരി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാണ്. ഈ സ്ത്രീകൾ എവിടെ കൂടിയാലും പ്രത്യേകിച്ച് അസൂയാണ് എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരെണ്ണത്തിന് ഇച്ചിരി കാണാൻ കൊള്ളാന്നുണ്ടെങ്കിൽ മറ്റേതിന് ഇച്ചിരി കുശുമ്പാണ്, അല്ലെങ്കിൽ മറ്റേത് ഇച്ചിരി സ്മാർട്ടായിട്ട് നടക്കുന്നു, മറ്റുള്ളവരുടെ അടുത്തെല്ലാം പോയി സംസാരിക്കേണ്ട, അത് അങ്ങനെയൊക്കെ കുറേ കുശുമ്പ് പിടിച്ച സാധനങ്ങളായിരുന്നു ഈ തലപ്പത്തിരുന്നത്. അതിലിരുന്നതെല്ലാം ഇപ്പോൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ശ്വേതാമേനോൻ രാജിവെച്ചതോടുകൂടി അത് ഒരുവിധമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ശ്വേതാമേനോൻ മാത്രമല്ല ലക്ഷ്മിപ്രിയയും രാജിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഏകദേശം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ഒരു സംഘടനയെ നിൽക്കുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ഒരാളുടെ ഭാഗത്തല്ല നിൽക്കേണ്ടത്. രണ്ടുപേരെയും കൂടെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇത് എന്നത്തിനാണ് അത് ഒത്തുതീർപ്പാക്കി അത് രമ്യതയെ കൊണ്ടുപോകാനാണ് നോക്കേണ്ടത്. നീനാക്കുറുപ്പിൻ്റെ വിഷയം വന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ അത് പുറത്ത് വന്നായിരുന്നു. അത് ഇവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും എടുത്തിടാതെ അത് പുറത്ത് പോകത്തില്ലല്ലോ, ആ ഒരു യൂട്യൂബ് ചാനലിൽ ചെല്ലത്തില്ലല്ലോ. ഇവരുടെ വാട്സപ്പിൽ നടന്ന സംഭവം വേറൊരു യൂട്യൂബ് ചാനലിൽ വരണമെന്നുണ്ടെങ്കിൽ അവരതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ടത് ആ കൂടെ ഉള്ള ആരെങ്കിലും ആയിരിക്കാം, ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ആയിരിക്കാം. അന്ന് ആ ഒരു പ്രശ്നം നടക്കുന്ന കേട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഈ ശ്വേതാമേനോൻ ഒരു അക്ഷരം മിണ്ടുന്നത് കേട്ടില്ല. നീനാക്കുറുപ്പ് കുക്കു പരമേശ്വരനുള്ളൂ അതിനെതിരെ ഒരു ഇച്ചിരിയെങ്കിലും സംസാരിച്ചത്. ലക്ഷ്മിപ്രിയ പറയുന്നത് ശരിയല്ലെന്നും കാണിച്ച തെറ്റാണെന്നും ഒക്കെ പറഞ്ഞ് അവരേ ഉള്ളൂ സംസാരിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അൻസിബയുടെ അടുത്തോട്ടായി. അൻസിബയെ കിടന്നവരൊന്നും പറയാൻ തുടങ്ങി. ഒരു മുസ്ലിം ആയതുകൊണ്ട് തലപ്പത്ത് വരാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് വരെ മോശം ഇതായിക്കൊണ്ടിരുന്നത്. ഒരു കലാകാരന്മാർക്ക് എവിടെയാണ് ജാതി ഇരിക്കുന്നത്? കലാകാരന്മാർക്ക് ജാതിയില്ല. അവർക്ക് കലയുള്ളൂ പ്രധാനമായിട്ടുള്ളത്, അല്ലാതെ അതിൽ ജാതി ഒരിക്കലും അവർ പറയാറില്ല. അങ്ങനെ ഈ അൻസിബയുടെ കാര്യത്തിന് ഇതിനകത്തുണ്ടായിരുന്ന ടിനിട്ടോ വന്നേച്ച് പറഞ്ഞു മുസ്ലിം മേത്തച്ചി തലപ്പത്ത് വരേണ്ടതെന്ന്. ഒരു മേത്തൻ്റെ ഡൂപ്പ് എടുത്താണല്ലോ ഈ പുള്ളി ഇത്രയൊക്കെ വളർന്നു വന്നത്. അങ്ങനെ പറയുന്ന ഒരാൾക്ക് ഒരു മേത്തൻ്റെ ഡൂപ്പ് എടുത്താണ് ഇത്രയും വളർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത്. അതായത് മമ്മൂക്കയ്ക്ക് ഡൂപ്പ് എടുത്തുകൊണ്ടിരുന്ന കൂടുതലും ഈ ടിനിട്ടോമാണ്. അപ്പോൾ ആ ഒരു വ്യക്തി, ആ ഒരു കലാകാരനെ അംഗീകരിക്കാമെങ്കിൽ പിന്നെ അൻസിബ അംഗീകരിക്കുന്നതിന് തന്നെ കുഴപ്പം? അദ്ദേഹം മുസ്ലിം തന്നെയല്ലേ? ജാതി പറഞ്ഞ് നോക്കുവാണെങ്കിൽ ഇങ്ങനെ കുറേ അതൊന്നുമല്ല, കുറേ പെണ്ണുങ്ങളുമായിട്ട് ചേർന്ന്, കുറേ ആണുങ്ങളും കൂടെ ചേർന്ന് കുറേ പേരെ എവിടെയും ഈ സത്യസന്ധമായിട്ട് നിൽക്കുന്നവർക്കായിരിക്കും എവിടെയും പിടിച്ച് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ ഒറ്റപ്പെടുത്തും, അവർ ഒരുപാട് കുറിശിക്കപ്പെടും. പക്ഷേങ്കിൽ ഉണ്ടല്ലോ അവസാനം അവർ തന്നെ ജയിക്കത്തുള്ളൂ. അവരുടെ കയ്യിൽ സത്യസന്ധത മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്ക് കള്ളത്തരം കൊണ്ട് നടക്കുന്നവർക്ക് അവരുടെ ചോദ്യത്തിന് മുന്നേ അവർ പതറിപ്പോവും. അതാണ് ഇവിടെ ശ്വേതാമേനോനും ഒക്കെ പറ്റിയത്. അങ്ങനെ പതറിപ്പോയി കഴിയുമ്പോഴത്തേക്ക് സ്വയം രാജിവെച്ചിറങ്ങിപ്പോയി. എന്നെയാണെങ്കിലും നമുക്ക് മാലാപാർവതി പറയും, നമുക്കൊന്ന് കേട്ടു നോക്കാം. പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഇവർ ആദ്യമേ കുക്കു പരമേശ്വരനെയും ശ്വേതാമേനോനൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ആ പ്രശ്നം നടക്കുന്ന സമയത്ത്. പക്ഷേങ്കിൽ അൻസിബ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്കും അൻസിബ പറയുന്നത് നല്ല കറക്റ്റ് കാര്യങ്ങളാണ്. അത് നല്ലപോലെ അവർ സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ പുള്ളിക്കാരി ആ ഒരു കാര്യം അത് ആരുടെയും മുഖം നോക്കാതെ പുള്ളിക്കാരി പക്ഷം ചേർന്ന് പറഞ്ഞു. തുടക്കം മുതലേ എല്ലാ യൂട്യൂബേഴ്സും പറയുന്നുണ്ട് അൻസിബയാണ് കറക്റ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അൻസിബയുടെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞത്. ലക്ഷ്മിപ്രിയ പിന്നെ അങ്ങ് അലമ്പിൻ്റെ ആശാനാണ് ലക്ഷ്മിപ്രിയ. എവിടെ അലമ്പുണ്ടാക്കണോ അവിടെ ലക്ഷ്മിപ്രിയ തല്ലി തെറിപ്പിച്ചിട്ട് പുള്ളിക്കാരാണെന്ന് പോകുന്നത്. കുറേ പ്രാക്കും ഭയങ്കര ഈ ഒരുപാട് ദൈവവിശ്വാസി എന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ ഉണ്ടല്ലോ ഉടായ്പിൻ്റെ അങ്ങേയറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു. പക്ഷേ അതൊക്കെ മേലെ ഞാൻ ദൈവത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്നവരാന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ ഉടായ്പകളാണ്. നമുക്ക്
മാലപ്പാർവതി പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം. ആണ് അമ്പലത്തിലെ പൈസ വാങ്ങണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം അവർ വായിച്ചു. അതിൻ്റെ പേരിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. ആ രേഖപ്പെടുത്തിയതിൻ്റെ പിറ്റേ ദിവസം പണം കൊടുക്കാൻ തയ്യാറായ ആ അമ്പലത്തിന് തന്നെ അവരത് ആ കത്ത് അയച്ചു കൊടുക്കുകയും ഒരു മുസ്ലിമായ അൻസിബ ഇത് എതിർത്തു എന്ന് പറഞ്ഞ് വിദ്വേഷ പ്രചരണം നടത്തിയെന്നും എല്ലാം പറഞ്ഞ് തെളിവ് സഹിതമാണ് ആ കുട്ടി പറഞ്ഞത്. അതിനെതിരെ ആക്ഷേപമുണ്ടായത് അതിനെ ഒരു അഭിനേത്രിയെന്നോ നടിയെന്നോ മെമ്പറെന്നോ അല്ല, അതിനെ ഒരു മുസ്ലിമായി കണ്ടു, അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ആക്ഷേപ രൂപേണ കണ്ടു എന്നും അതിനെ ടിനി ടോമിനെതിരായ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണോ പറയുന്നത്? ടിനി ടോം മാത്രമല്ല, അത് ഒരു ഗ്രൂപ്പിൻ്റെ ആലോചന എന്നുള്ള പോലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. സിനിമകളിൽ എന്തോ ഒരു വിഴുപ്പലക്കലും എന്താ പ്രശ്നമാണ്. ആദ്യമേ തന്നെ ഈനക്കുറുപ്പിൻ്റെ ഈ വിഷയം വന്നപ്പോൾ ലക്ഷ്മിപ്രതിക്കെതിരെ ഒരു നടപടി വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇതിലെ പോകില്ലായിരുന്നു. അമ്മ സംഘടനയ്ക്കെതിരെ ഈ ഭരണസമിതി കൂടാതെ നടത്തിയാണെന്ന് തിരിച്ചു പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് അവമതിപ്പാണ് ഉണ്ടാക്കിയത്. ആൾക്കാർക്ക് തൈനീറ്റ് വയ്ക്കാൻ വയ്യാത്ത തരത്തിൽ. സത്യത്തിൽ ഈ സംഘടന കൊണ്ടൊക്കെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി ഉപകാരങ്ങളുണ്ട്. ഒത്തിരി കലാകാരന്മാർക്ക് ഒത്തിരി ഇപ്പോൾ ഈ സിനിമയിലൊന്നും ഇല്ലാതെ നേരത്തേക്ക് അഭിനയിച്ചിരിക്കുന്ന, ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ അസുഖം ബാധിച്ചിരിക്കുന്നവർ, അല്ലാതെ വേഷങ്ങളില്ലാതിരിക്കുന്നത്, അവർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ല രീതിക്ക് പോകേണ്ട ഒരു സംഘടനയാണ്. അതിനുവേണ്ടിയാണ് ഇത് തുടങ്ങി വെച്ചേക്കുന്നത് തന്നെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ഇത്. ഈ മുൻ കലാകാരന്മാർക്ക് വേണ്ടി കൊണ്ടുള്ള ആ രോഗത്തെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരും ഈ ചെറിയ ചെറിയ വേഷം ചെയ്ത് വന്ന ഒരു നടന്മാരും ഒന്നും ഇന്ന് വരെ നല്ല കാശുകാരോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനൊന്നും അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. നമ്മുടെ പടന്നല എന്ന് പറഞ്ഞൊരു കോമഡി ചെയ്യുന്നുണ്ട്. നമ്മുടെ ശ്രീകൃഷ്ണപുരത്തിൻ്റെ നക്ഷത്രത്തിലക്കത്തിനകത്ത് ആ ഒരു അപ്പൂപ്പനായിട്ട് വരുന്നത്, ആ ഒരു ചിക്കൻ കഴിക്കുമ്പോൾ ചിക്കൻ മുറ്റ എന്ന് പറയുന്നത് ആ അപ്പൂപ്പൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹമൊക്കെ ഒരു നാരങ്ങ വെള്ളം മുറുക്കാങ്കട പോലെ അവിടെ കച്ചവടം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. അത് ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ രോഗത്തെ കിടക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് സഹായങ്ങളാണ് ഈ ഒരു സംഘടന. പക്ഷെങ്കിൽ സംഘടനയ്ക്കകത്ത് കിടന്നും അടിയും വഴക്കും ബഹളവും മാത്രം. നീയാണോ വലുത്, ഞാനാണോ വലുത്, ഇതാ പറയുന്നത്. ഈ തലപ്പത്തൊക്കെ ആണുങ്ങൾ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പറയും സ്ത്രീകളെ അടിച്ച് ആക്ഷേപിക്കുന്നു. ഒരിക്കലുമല്ല. എന്നാണെന്നറിയാമോ, ഒരു തീരുമാനം എടുക്കാനും ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും നല്ലത് ആണുങ്ങൾ തന്നെ. സ്ത്രീകൾ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ അതുപോലുള്ള സ്ത്രീകളായിരിക്കണം. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് സ്ത്രീകളായിരിക്കണം. കള്ളത്തരങ്ങളില്ലാതെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കണം. അല്ലാതെ പക്ഷം ചേർന്ന് സംസാരിക്കുക, കള്ളത്തരങ്ങൾ കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊന്നും ഒരിടത്തും ഒരു പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്കൊക്കെ. മാലപ്പാർവതി തന്നെ അൻസിബയെ പറ്റി വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കാം. കാര്യം അവർ അത്ര സ്ട്രോങ് ആയിട്ട് നിന്നു, അത്ര സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഇത്രയും കാര്യം. ഇവർ തന്നെയല്ല കേട്ടോ, ബാബുരാജ് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതൊക്കെ പോയത് മല്ലിക സുകുമാരനൊക്കെ അവരൊക്കെ എങ്ങനെ കാണിച്ച് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു കേട്ടോ. കാര്യം അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വരുന്നതാണ്, സംഭവങ്ങൾ മൊത്തം അറിയാവുന്നതാണ്. എന്നിട്ടും അവരുമൊക്കെ രാജിവെച്ച് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞാൽ ഈ തെറ്റിന് സപ്പോർട്ട് നിൽക്കുന്നതല്ലേ. രണ്ട് നല്ല കലാകാരന്മാരുടെ അമ്മ, അവരും ഒരു കലാകാരി, നല്ലൊരു കലാകാരൻ്റെ ഭാര്യ, ഇത്രയും ലേബൽ അവർക്കുണ്ടായിട്ട് അവർക്കൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള ബോധം ഇല്ലാതായി പോയില്ലെന്ന് ഓർക്കുന്നത്. അവരൊക്കെ രാജിവെച്ച് ചേതോമേനൻ എൻ്റെ വലിയ കൊമ്പത്തെ ആളാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ സത്യങ്ങൾ മനസ്സിലാകുമ്പോൾ തിരിച്ചു വന്നോളൂ. അത്രയും എനിക്ക് പറയാനുള്ളൂ. കാര്യം ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഇത്രയും മുന്നിൽ കണ്ടിട്ട് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ഇറങ്ങിപ്പോകുന്നു. അതിൽ പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പാണ്, കുഞ്ഞാണ്. ശരിയാണ്, കുശുമ്പുള്ള സാധനമുണ്ട്. അത് പറയാൻ ഞാൻ മുകളിൽ ഞാൻ അൻസിബയുടെ പേര് പറയും. അൻസിബ ജനറൽ സെക്രട്ടറിയായിട്ട് മത്സരിക്കട്ടെ എന്നാണ് അവിടെ പൊതുജനമൊക്കെ പറയുന്നത്. അൻസിബ വരണം, അങ്ങനെയുള്ളൊരു കുട്ടിയല്ലേ വരേണ്ടത്. അത് ജനറൽ സെക്രട്ടറി എന്നുള്ളതല്ലേ, ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് വരണം. അൻസിബ വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേരുള്ള ഒരാൾ വന്നാൽ, ഈ പറയുന്ന എന്താ ധ്യാനാകട്ടെ, അജു വർഗീസ് ആകട്ടെ, അല്ലെങ്കിൽ എന്താ ചാക്കോച്ചനാകട്ടെ, ഇവരുടെ പേര് ആസിഫ് അലി ആകട്ടെ, എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അങ്ങനെ ഒരു പുതിയ വെളിച്ചം ആ സംഘടനയിലേക്ക് വരും. കാരണം ആ സംഘടന ഇപ്പോഴും ഞാൻ പറയുകയാണ്, ആരും പൊതുസമൂഹത്തിനെ ഒരുപാട് മോശമാക്കി സംഘടനയെ പറയുന്നുണ്ട്. വ്യക്തികൾ ചെയ്യുന്ന, ഒരു വ്യക്തി പറഞ്ഞ വാക്കുകളിലെ ഒരു സംഘടനയുടെ സംസ്കാരമാക്കി മാറ്റരുത്. ഒരു വ്യക്തിക്ക് പറയുന്ന വാക്കുകളെ മീഡിയയിൽ ഒരുപാട് തവണ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്ത് വൃത്തികെട്ട സംഘടനയാണെന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ അധിക്ഷേപിക്കരുത്. അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ സംഘടനയെ വിശ്വസിച്ച് അമ്മ എന്ന് തന്നെ വിളിച്ച് കൂടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വൃത്തിയായിട്ട് കാര്യങ്ങൾ വരുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെയാണ് അതിർത്തത് പുറത്തിടുന്നത്. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരും പോയി അവിടെ ചെന്ന് തപ്പിയെടുത്തോണ്ട് വരുന്ന കാര്യങ്ങളല്ല. സോഷ്യൽ മീഡിയയിലോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പുറത്തിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അത് വീണ്ടും 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 അതിങ്ങനെ പറയുകയെടുക്കുകയും ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും അവർ തമ്മിലുണ്ടാകുന്ന വഴക്ക്, ഒരാളെ മോശക്കാരിയാക്കുക, ഒരു കലാകാരനെ ചേർത്ത് വെച്ച് വൃത്തികേടുകൾ പറയുക, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവരൊക്കെ തമ്മിൽ വീണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ടവരാണ്. അല്ലെങ്കിൽ ഇവർ ഈ ചേർത്ത് വെച്ച് പറയുന്ന കലാകാരനെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും അയ്യോ ദൈവമാണെന്ന് പറയുകയും ചെയ്യുന്നവരാണ് ഈ മാറി നിന്നിച്ച് ഇങ്ങനെ വേണ്ടതിനും കൂടെ പറയുന്നത്. ഈ പരസ്പരം കാണുന്നവർ, ഇനിയും കാണുന്നവർ തന്നെ തമ്മിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്താ അപരാധം പറയുക എന്ന് പറയും, അത് പറയാതിരിക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യമേ തന്നെ. ആ ഒരാൾ വെച്ചാൽ ഈ സിനിമാ ഫീൽഡ് മൊത്തം എത്ര ക്ലിയർ ആണെന്നറിയാമോ? ആർക്കും ആരോടും ഒരു ഇതും ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണ്. ഭയങ്കരം. ഇവരൊക്കെ വർത്തമാനം കേട്ടാൽ തോന്നി ഇവരൊക്കെ മാലാഹമാരാണ്. അങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ വന്നേച്ചാണ് ഈ അൻസിബയെ ചേർത്ത് വൃത്തികേടുകൾ പറയുന്നത്.
അവരൊക്കെ ആരോടൊന്നും മിണ്ടിയിട്ടില്ല, അവരുടെ മുഖത്ത് പോലും നോക്കാതെ തല ഉരിച്ചേ നടക്കത്തുള്ള ആളുകളെ കാണുമ്പോൾ ആളുകളൊക്കെ ചോദിക്കുന്നത് എന്താണ് സിനിമാ താരങ്ങൾക്ക് ഒരു സംഘടനയെ നയിക്കാൻ പ്രാപ്തിയില്ലേ എന്നാണ്. അല്ല, പ്രാപ്തിയൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് പരിചയക്കുറവുണ്ടായിരുന്നു. കാരണം ഇത്രയും നാൾ അമ്മയെ നയിച്ചിരുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ ഒരു വനിതകൾക്ക് നേതൃത്വം അവരെ ഏൽപ്പിച്ചപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ ഭരിച്ചിട്ടുണ്ട്, നയിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ലാപ്സുകൾ ഈ അക്കൗണ്ട്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങളുടെ അതിലൊക്കെ കുറച്ച് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിൽ അമ്മയെക്കുറിച്ച് മോശമായ ധാരണ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. അത് ആ നിലപാടുകളിൽ ഉണ്ടായ അല്ലെങ്കിൽ സമയത്ത് ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അംഗങ്ങളുടെ ഇടയിൽ ഒരു പരിധിവരെ അസംതൃപ്തി ഉണ്ടായിരുന്നു. ട്രഷറെ മാറ്റി നിർത്തി, അതൊന്നും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ട്രഷറെ അവധിയിൽ പോകാൻ ആവശ്യപ്പെട്ടു. അമ്മയുടെ ചരിത്രത്തിൽ ഞാനൊരു 6 പ്രാവശ്യം ട്രഷറായിരുന്ന ആളാണ്. അപ്പോൾ ട്രഷർ അവധിയിൽ പോകാൻ ആവശ്യപ്പെടുക, എന്നിട്ട് ട്രഷർ വന്നിട്ട് എന്നെ അങ്ങനെ അവധിയിൽ പോകാൻ പറയാൻ ഇവർക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ. ട്രഷറർ ഈ അക്കൗണ്ട്സിനെ കുറിച്ച് തനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുക. പഴയതുപോലെയല്ല, അംഗങ്ങൾ റിയാക്ട് ചെയ്യുന്നു. നേതൃത്വം എന്ത് പറഞ്ഞാലും യെസ് എന്ന് പറയുന്ന ആ ഒരു മെമ്പേഴ്സിൻ്റെ ആ അവസ്ഥ അല്ല ഇന്ന്. മെമ്പേഴ്സ് ചോദ്യം ചെയ്യും. അവരുടെ ഭാഗത്തുനിന്നും അവരെ എലക്ട് ചെയ്ത മെമ്പേഴ്സ് അവരാഗ്രഹിക്കുന്ന തരത്തിൽ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഉയർന്നിട്ടില്ല എങ്കിൽ അവർ ചോദ്യം ചെയ്യും. അത് അവരുടെ റൈറ്റാണ്. ആ രീതിയിലുള്ള ഒരു അവകാശമാണ് ഇന്ന് മെമ്പേഴ്സ് എക്സർസൈസ് ചെയ്തത്. അവരെ മെമ്പേഴ്സ് കുഴപ്പമില്ല, സ്ത്രീകൾ അതും പറഞ്ഞ് നല്ല രീതിക്കാണ് ലാസ്റ്റ് പറഞ്ഞ് വന്ന് നിൽക്കുന്ന എവിടെയെന്ന് നോക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത്. ഈ ഒരു സംഘടനയിലേക്ക് നേരത്തെ ദിലീപൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരെല്ലാത്തിനെയും മാറ്റി ദിലീപിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവരെയൊക്കെ മാറ്റിയതിന് ശേഷം സ്ത്രീകൾക്ക് മുൻഗണന വേണമെന്ന് പറഞ്ഞാണ് ഈ സ്ത്രീകളെല്ലാം എഴുന്നള്ളി അതിനകത്തിട്ടിരുന്നത്. അപ്പോൾ അന്ന് ശ്വേതാമേനോൻ പറഞ്ഞായിരുന്നു ഈ ഒരു സംഘടന അവർ ഭരണസമിതി അവർ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിജീവതയ്ക്കൊപ്പം നിൽക്കും, അതിജീവതയെ തിരിച്ചു കൊണ്ടുവരും, ഈ അമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരും, അവരെ ഇതിൻ്റെ ഒരു ഭാഗമാക്കും, അവരെ സപ്പോർട്ട് ചെയ്യും, കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞത്. അത് എന്തിനാന്ന് ചോദിച്ചാൽ സ്ത്രീകളാണ് ഇതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ ഒരു സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനാണ് അങ്ങനെ വന്നത്. പക്ഷേങ്കിൽ ഈ ഒരു സംഘടന തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് അവരെ ഒന്ന് പോയി കാണുകയോ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കുകയോ ഇതൊന്നും ഈ സംഘടനയുള്ള ആരും ചെയ്തിട്ടില്ല. ചോദിച്ചു കഴിയുമ്പം പറഞ്ഞു മറ്റ് ചിലർക്ക് അത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അത് അൻസിബ തന്നെ നമ്മളോടൊന്ന് ഇതിനകത്ത് പറഞ്ഞതാണ്, ന്യൂസ് ചാനലിനകത്ത് പറഞ്ഞതാണ് എന്നാണ് ശ്വേതാമേനോനൊക്കെ എന്നോട് പറഞ്ഞത്. പിന്നെ ഈ സ്ത്രീകൾ അതിനകത്ത് കയറിയത് അതിനകത്തുണ്ട്, സ്ത്രീകളെ സംരക്ഷിക്കാനാണ് കയറിയത്. അതിനകത്ത് പ്രശ്നങ്ങൾ മൊത്തം സ്ത്രീകൾക്കാണ് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. മറ്റേ നീന കുറുപ്പിനോട് ലക്ഷ്മി പ്രിയ മോശമായിട്ട് സംസാരിക്കുന്നു, അൻസിബയോട് ടിനിട്ടോ മോശമായിട്ട് സംസാരിക്കുന്നു. ഇതെല്ലാം അൻസിബയും ഈ നീനാക്കുറുപ്പും ഈ ലക്ഷ്മി പ്രിയ എല്ലാം പെണ്ണാണ്. അവർക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പം പെണ്ണുങ്ങൾ തലപ്പത്ത് വന്നാലേ സ്ത്രീകൾ തലപ്പത്ത് വന്നാലേ എല്ലാവർക്കും എല്ലാം കിട്ടുള്ളൂ, സ്ത്രീകൾക്ക് അതിൻ്റെ അവിടെ ഉരുട്ടി ഇങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ലാസ്റ്റ് അതിനകത്ത് കയറി ഇരുന്ന് വെച്ച് ഇവർ തന്നെ ഓരോരോ ചേരിയായിട്ട് അങ്ങ് തിരിയുകയാണ് ചെയ്തത്. ഇതിനകത്ത് ഇവരൊക്കെ രാജിവെച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഏറ്റവും കൂടുതൽ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരാണ് ഇതിനെല്ലാം മറ്റേ അൻസിബയുടെ കൂടെ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരത് പരസ്യമായിട്ട് പറയുകയും ചെയ്യുന്നത് അവർ സന്തോഷിക്കുന്നുണ്ട്. അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കത് കേൾക്കാം കേട്ടോ. ഈശ്വരൻ നമുക്ക് ഉത്തരങ്ങൾ തരുന്നത് അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നത് ദൈവത്തിന്റെ തന്നെ രീതിയിലാണ് തരിക. ഓക്കെ, ഞാൻ അതിൽ ഹാപ്പിയാണ്. 100% കൊടുത്താൽ കൊല്ലത്ത് കിട്ടും. പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട്, എൻ്റെ കൂടെ ഒരുപാട് പേര്, എൻ്റെ അമ്മയുടെ മെമ്പേഴ്സ് ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു. അത് ഐ എം സോ ഹാപ്പി. റിസൈൻ ചെയ്തു, അവരൊക്കെ റിസൈൻ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ആ സ്ത്രീ വരാൻ പാടില്ല. അവര് ലോകത്തിലെ എല്ലാവർക്കും നാറ്റമാണ്. എന്തിനാണ് അവർ ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത്? ലക്ഷ്മിപ്രിയ ഇന്നലെ ലക്ഷ്മിപ്രിയ എല്ലാ ആണുങ്ങളെയും ചവിട്ടി താഴ്ചയല്ലേ ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് പറയാലോ, മെമ്പർ അല്ലല്ലോ, അവരാരുമല്ല, ഞാൻ പറയാം. ഇനി അവരൊക്കെ റിസൈൻ ചെയ്തു. എനിക്ക് എന്താണെങ്കിലും സന്തോഷമായി. കാരണം ഇപ്പോഴാണ് സത്യത്തിൽ എനിക്ക് പുറത്താക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാൻ ഉണ്ടായത് കൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. പക്ഷേ ബുദ്ധി ഉപയോഗിച്ച് അവൾക്ക് തന്നെ മനസ്സിലായി എന്തായിരിക്കും അവൾക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ്. അതുകൊണ്ട് അവൾ രാജിവെച്ചു. നിങ്ങളൊക്കെ തന്നെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇത്രയ്ക്ക് നിങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ വിധത്തിൽ. എനിക്ക് ആ പേര് പോലും പറയാൻ ഇഷ്ടമല്ല. എനിക്ക് അത്രയ്ക്ക് ട്രോമ ഉണ്ടാക്കിയ രീതിയാണ്. ഇത് ലക്ഷ്മിപ്രിയെ പറ്റിയാണ് പറഞ്ഞത്, ശ്വേതാമേനോനെ പറ്റിയല്ല. ലക്ഷ്മിപ്രിയെ പറ്റിയാണ് ഈ നീനക്കുറുപ്പ് ഈ കാര്യം പറഞ്ഞത്. കാര്യം അത്രയ്ക്ക് മോശം വോയിസൊക്കെ ഞാൻ എൻ്റെ ചാനലത്തിലൊക്കെ ഇട്ടതാണ്. കേട്ട് കഴിഞ്ഞാൽ ആരും ഈ ജന്മം ഇവരോട് മിണ്ടാൻ പോകത്തില്ല. അത്രയ്ക്കുള്ള വർത്തമാനങ്ങളാണ് അവരുടെ വായിന്ന് വന്നത്. അതേപോലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നീനക്കുറുപ്പാണ്. ഭയങ്കര ഹാപ്പിയാണ് നീനക്കുറുപ്പ്. അതെ, അൻസിബ ഹാപ്പിയാണ്, പക്ഷെ അതിൻ്റെ 10 ഇരട്ടി ഹാപ്പിയായിട്ടാണ് ഈ നീനക്കുറുപ്പ് നടക്കുന്നത്. ബാബുരാജ് ഒന്നിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത്. കാര്യം ഇവർ പറയുന്നില്ല സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, ചെറിയ ചെറിയ പാകപ്പിഴകളൊക്കെയാണ് പറ്റിയെന്ന്. മൊത്തം ഉടായിപ്പാണ്
ഇതിനകത്ത് പറ്റിയേക്കുന്നത്. കിട്ടിയ പൈസയൊക്കെ എന്നെ കാണിച്ചത് പോലുള്ള അതിൻ്റെ തെളിവ് പോലും ഇല്ലാത്ത ഉടായ്പകളാണ്. അങ്ങനെയുള്ള തെളിവ് പോലുള്ള ഉടായ്പകളാണ് കാണിച്ചേക്കുന്നത്. ആ ഉടായ്പകളെല്ലാം കാണിച്ചു വെച്ചിട്ടും തലപ്പത്തെ ഭരണം നല്ലതായിരുന്നെന്നാണ് ചിലരൊക്കെ പറയുന്നത്. എന്നാണേലും നമുക്ക് ബാബുരാജ് പറയുന്നത്, ബാബുരാജിനെ ഭയങ്കര വിമർശിക്കുന്നുണ്ട് ചെയ്താൽ കേട്ടോ. ബാബുരാജ് അതിനൊക്കെ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ബാബുരാജിനെ വിമർശിക്കുന്നുണ്ട്. കാര്യം ഇതിനകത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഇവർ പുറത്തോട്ട് ഇറങ്ങുന്നത്. കണക്കുകൾക്ക് ട്രഷർ റേറ്റില്ല, കണക്കുകൾ ശരിയല്ല, അതുപോലെ തന്നെ റിപ്പോർട്ട് പാസ്സായില്ല. അവർ പല പ്രാവശ്യം കെഞ്ചി ചോദിച്ചിട്ടും ഒരംഗം പോലും, ആദ്യം ഒരു 10 പേര് കൈവക്കി, പിന്നീട് ഒരംഗം പോലും കൈവക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ. അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. അതായത് അടിസ്ഥാനപരമായിട്ട് ഒരു വാർഷിക റിപ്പോർട്ട് പോലും കൃത്യമായി നൽകാൻ പറ്റാത്തൊരു കമ്മിറ്റിയാണോ? അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ കൈയൊഴിഞ്ഞു, വക്കീലുമാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി എന്താ 25 ദിവസം കൂടി. ഇതിനകത്ത് ബൗരാജുള്ള കാര്യങ്ങൾ ജഗദീഷും പറയുന്നുണ്ട് കാര്യങ്ങൾ മൊത്തം. പക്ഷേക്ക് സ്വന്തം സംഘടനയല്ലേ, പുള്ളിയുടെ വായും തന്നെ ഇതിനകത്ത് ഇന്ന പോലെ കാര്യങ്ങളാണ് നടന്നതെന്ന് പറഞ്ഞാൽ അത് നേരെ നാളെ ഇവർക്ക് നേരെയൊക്കെ കൈ ചൂണ്ടെന്ന് അറിയാം അവർക്കൊക്കെ. അതുകൊണ്ടാണ് ജഗദീഷൊക്കെ ആലോചിച്ചെടുത്ത് പറയുന്നത് സ്ത്രീകളല്ലേ, അവർക്ക് പരിചയക്കുറവുണ്ട്. ഗണേശ് ഒരുപാട് ബാധിച്ചെന്നാണ് പറയുന്നത്. ഗണേശ് ഒത്തിരി പറഞ്ഞു, നമ്മുടെ മുൻമന്ത്രി ഗണേശ് പറഞ്ഞു, ഒത്തിരി പറഞ്ഞു ഇത് സ്ത്രീകളല്ലേ പരിഗണിക്ക് പോട്ടെ വിഷയമില്ല. പക്ഷെ അതിൻ്റെ ഇരട്ടി പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. കാര്യം അൻസിബ ഓരോന്നോരോന്ന് പറയുമ്പോൾ ഈ ഗണേശന് പോലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ പറ്റാതാകുന്ന കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ ലാസ്റ്റ് രാജിവെക്കുന്ന നല്ലതെന്ന് ഓർത്തിട്ട് ഇവരൊക്കെ രാജിവെച്ച് ഇറങ്ങി പോയത്. കാര്യം അത് ഇനി രാജിവെക്കാതിരുന്നാൽ വീണ്ടും നാറുമെന്നറിയും. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ ലോകം മുഴുവൻ എൻ്റെ കാൽക്കീഴിലാണ്, ഞാനാണ് ഇവിടുത്തെ ദേവി, ഞാനാണ് ഇവിടുത്തെ റാണി, എനിക്ക് എല്ലാം അറിയത്തുള്ളൂ, ഞാനാണ് എല്ലാവരുടെയും മേളിൽ, എന്നെ എല്ലാവരും അനുസരിച്ച് നിന്നോണം എന്നൊരു മൈൻഡോട് കൂടി വരുന്നൊരു വ്യക്തിയുണ്ട്. ഏത് രീതിയും എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കുന്നത്. ആ വ്യക്തി വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആ പറയുന്നൊപ്പം തന്നെ നിങ്ങൾ അവരുടെ ഡ്രസ്സ് ഒന്ന് ശ്രദ്ധിച്ചോണേ, ആ ഡ്രസ്സിൻ്റെ കളർ ഒന്ന് ശ്രദ്ധിച്ചോണം. ഉള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പോ ഇത്തരം ഗൂഢാലോചനകൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പിന്നിൽ ഈ നാട്ടിലെ മെയിൻ മീഡിയാസ് ഞങ്ങളൊക്കെ നിങ്ങളെ ഇങ്ങനെ ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ശ്രദ്ധിക്കണമെന്നില്ല. ആ ഡ്രസ്സ് ഇവർക്കൊരു ലക്കല്ലാത്ത ഡ്രസ്സാണ് കേട്ടോ. പറയുന്നതിന് ഒരു കാരണമുണ്ട്. നമുക്ക് ചില ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, എവിടെയൊക്കെ പോകുമ്പോൾ ലക്കുണ്ട്. അത് ഇന്ന ഡ്രസ്സിനെ ചിലപ്പോൾ നമ്മൾ ഒരെണ്ണം തന്നെ അത് വീണ്ടും നമ്മൾ ഇട്ടുകൊണ്ട് പോകും. കാര്യം നമുക്കൊരു ലക്കുള്ള ഡ്രസ്സായിരിക്കും. പക്ഷേ ഇവർക്ക് ലക്ഷ്മിപ്രിയയ്ക്ക് ശകലം പോലും ലക്കില്ലാത്തൊരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. കാര്യം ഇതിന് മുമ്പ് ഇവർക്ക് ഇതിനേക്കാൾ വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാമേ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ സാരി മനസ്സിലാകും, ആ ആളെ മനസ്സിലാകും. ബിഗ് ബോസിൽ വെച്ച് പുള്ളിക്കാരി എവിറ്റായി പോകുന്ന സമയത്ത് ആ ബുള്ളറ്റ് കയറ്റി പോകുന്ന സമയത്ത് ആ സാരിയാണ് ഇവർ കൊടുത്തേക്കുന്നത്. അദ്ദേഹം പറഞ്ഞു അവർക്കൊരു രാശിയില്ലാത്തൊരു സാരിയാണ്, അതാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത്. അല്ലാതെ അവരുടെ പ്രശ്നങ്ങളുകൊണ്ടല്ല കേട്ടോ, അവരുടെ സാരിയിലാണ് പ്രശ്നം ഇരിക്കുന്നത്. ഇതിൻ്റെ കണ്ടുപിടുത്തമാണ്. നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ പുതിയതായിട്ട് കണ്ടുപിടുത്തമാണ്. അവരുടെ സാരിയിലാണ്. അവർ ബിഗ് ബോസിലും ആ സാരി കൊടുത്തുകൊണ്ടാണ് അവർ എവിറ്റായി പോയത്. സാരിയിൽ എന്നതോ കൂടത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നതോ പ്രശ്നം ആരോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ അമ്മയൊന്നും പുറത്ത് പോകേണ്ടി വന്നില്ലേ. അതല്ലാതെ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കി തീരുമാനമായി മുന്നോട്ട് പോകുമായിരുന്നു എനിക്ക് തോന്നുന്നു. ആ ഒരു സാരിയാണ് വിഷയം വന്നേക്കുന്നത്. അവർ ആ ബുള്ളറ്റെ പോകുന്ന പോക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ആ സാരി അതുതന്നെയാണ് ഈ സാരി കൊടുത്തേക്കുന്നത്. അപ്പോൾ അതായിരിക്കാനാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് കേൾക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ, സംഘടനയിൽ പുതിയ കുറച്ച് ആൾക്കാരെയൊക്കെ എടുത്തിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറയാം. അഡ്ഹോക് കമ്മിറ്റി തൽക്കാലത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് രമേശ് പിഷാരടി, അദ്ദേഹമാണ് കൺവീനർ. ദെൻ ഇതിൽ 9 മെമ്പേഴ്സിനെയാണ് നമ്മൾ അംഗങ്ങളുടെ നിർദ്ദേശാനുസരണം നമ്മൾ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ അംഗം KB ഗണേഷ് കുമാർ, ദെൻ സുരേഷ് കൃഷ്ണൻ, ദെൻ സാദിഖ്, ദെൻ ഡോക്ടർ റോണി, ദെൻ കൃഷ്ണപ്രഭ, ദെൻ ആശ അരവിന്ദ്, ഷാജോൺ കലാഭവൻ, ദേവി ചന്ദന. 9 പേരാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് നടത്തണം എന്നുള്ളത് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിട്ടു. അത് അഡ്ഹോക് കമ്മിറ്റി തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം അഡ്ഹോക് കമ്മിറ്റി ഏറ്റെടുത്തു. ഇതിൻ്റെ കൺവീനറായിട്ട് രമേശ് പിഷാരടിയാണ്.
ഇതിൽ ആശ അരവിന്ദ് എന്ന് പറഞ്ഞാൽ അവർ രാജിവെച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. സത്യമാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ആശ ശരത്ത് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു എന്നും പറഞ്ഞു, അതിൽ നിന്ന് അവർ പിന്മാറിയെന്നും പറഞ്ഞിട്ട് സത്യമാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. എന്നാ കാരണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി അതിനി പുറകെ വരുമായിരിക്കും. ഇനി ഇവരുടെ സംഘടനയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും ഇവരങ്ങനെ പുറത്തോട്ട് വിടുകയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നാറി ഈ അമ്മയെന്നുള്ള പേരും വെച്ച് അതിനകത്ത് കാണിക്കാത്ത പരിപാടികളില്ല. ഈ പറയുമ്പോഴല്ല ഈ അമ്മ ചേർത്താണ് ഈ പറയുന്നത് നോക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും AMMA എന്നും പറയാൻ തുടങ്ങി. അമ്മ എന്ന് വിളിക്കണ്ട, AMMA എന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ടാണ് പറയുന്നത്. കാര്യം അമ്മ എന്നൊക്കെ പറയുന്നതിന് ഒരു പരിശുദ്ധിയും പവിത്രതയൊക്കെ ഉണ്ട്. അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സംഘടനയ്ക്ക് അങ്ങനെ ഒരു പേര് വിട്ടേച്ച് അതിനകത്ത് കാണിക്കുന്ന തോന്നിയാസങ്ങൾ മൊത്തം പറയുമ്പോൾ അമ്മ സംഘടനയിൽ ഇന്നയാൾ ഇന്നത് ചെയ്തു, അമ്മ സംഘടനയിൽ ഇന്നയാൾ ഇന്ന പോലെ പറഞ്ഞു, ഇങ്ങനെയാണ് വരുന്നത്. ആ ഏത് കാര്യം പറയുമ്പോഴും അതിൻ്റെ മുന്നിൽ അമ്മ എന്നൊരു പേര് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ സംഘടനയിൽ ഇപ്പോൾ എടുത്തേക്കുന്നത് രമേശ് പിഷാരടി, ഇവരൊക്കെ എനിക്കൊരു പ്രശ്നക്കാരായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഗണേഷ് കുമാറിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ വേറെ ആരും അതിനകത്ത് മോശം ഒരു ഇതുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. സാദിഖൊക്കെ ആണെങ്കിലും നല്ലൊരു നടനാണ്, അദ്ദേഹത്തിനെ പറ്റിയൊന്നും അങ്ങനെ ഇതായിട്ട് കേട്ടിട്ടില്ല. അങ്ങനെ ഷാജൻ നമുക്കറിയാം, ആ പുള്ളിക്കാരനൊക്കെ ഇഷ്ടം പോലെ ദൃശ്യ സിനിമയിലൊക്കെ അഭിനയിച്ച അദ്ദേഹമാണ്. അതിലേക്ക് ഉള്ളതാണ്. മറ്റേ സാദിഖെന്ന് പറയുന്നതാണെങ്കിലും നമ്മൾ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കുവാൻ ഗ്രാമം കൊതിക്കുന്നില്ല, ആ പാട്ട് പാടി അഭിനയിക്കുന്നത് ആ ഒരു സിനിമയിൽ, ആ ഒരു പാട്ടില്ലേ ശ്രീനിവാസിൻ്റെ ഒക്കെ ഒരു സിനിമയിൽ ആ പുള്ളിക്കാരനെ സാധിക്കുന്നുണ്ട്. അവരൊക്കെ നല്ല നല്ല മനുഷ്യരാണ്. പക്ഷേ ഈ സംഘടനയിൽ ഇങ്ങനെ വന്നത് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദിയാസന ഒരു ഡയലോഗും കൊണ്ട് വന്നിട്ടുണ്ട്. എനിക്കതുകൊണ്ട് മനസ്സിലായില്ല ഇവർ ഉദ്ദേശിക്കുന്നതിൽ ആരെയാണെന്നുള്ളത്. അത് നമുക്കൊന്ന് കേൾക്കാം. അമ്മയുടെ ഭരണസമിതി രാജിവെച്ചു, കൂട്ടരാജി. എന്തായാലും അത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അപ്പോഴേ ഇനി പേട്ടന്റെ പുതിയ ഭരണസമിതി വരും ഉടനെ തന്നെ. എന്താണോ തീരുമാനിച്ചു വെച്ചത് അതുപോലെ സംഭവിച്ചു. എല്ലാവരുടെയും ഒരു സന്തോഷവും ആഹ്ലാദവും ചിലരുടെ വിഷമങ്ങളും എല്ലാം മിക്സഡ് ഇമോഷൻസ് ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് കേട്ടോ. എന്തായാലും ഒരു പേട്ടന്റെ പുതിയ സമിതിയായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ചർച്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ പേട്ടന്റെ സമിതിയാകും. അമ്മ എന്നുള്ള പേരും പീഡകരുടെ കൂട്ടവും. പീഡകരുടെ കൂട്ടവും, ഇത് പീഡകരുടെ കൂട്ടം എന്ന് പറയാനായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ആരാണ് അങ്ങനെയുള്ളൊരു ഇത് ഗണേഷ് കുമാറിൻ്റെ നമ്മൾ കുറേയൊക്കെ കേട്ടതാണ്. അതെന്നൊക്കെ പറഞ്ഞാൽ പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരാളുടെ അനുവാദമില്ലാതെ ചെയ്യുന്നതാണ് പീഡനവും നമ്മൾ പറയുന്നത്. അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുന്നതൊന്നും പീഡനമല്ല, സ്വയം സമ്മതത്തോടുകൂടി ചെന്ന് കയറി കൊടുക്കുന്നതാണ്. അതിനെ പീഡനമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ സമ്മതമില്ലാതെ നമ്മളെ ഒരാൾ ഉപദ്രവിക്കുന്നതാണ് പീഡനം എന്ന് പറയുന്നത്. പുള്ളിക്കാരി ഈ പറയുന്നതൊക്കെ ഇവരൊക്കെ ഈ ഫെമിനിസ്റ്റുകളാണ്, സ്ത്രീകളാണ് തലപ്പത്ത്. ഞാനും ഒരു സ്ത്രീയാണ്. പക്ഷേ എങ്കിൽ സ്ത്രീകൾ തലപ്പത്ത് വരുന്നേച്ചത് ചൊവ്വ നേരം നടത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ സ്ത്രീ അതൊന്നും വേണ്ടൊന്നും കാര്യമൊന്നും, അതിനേക്കടുത്ത് ദൂരെ കളയാന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ ഒരു സംഘടനയാണ്. അവിടെ പുരുഷന്മാരും കൂടെ, അല്ലെങ്കിൽ ഇവർ സ്ത്രീയും പുരുഷന്മാരും കൂടെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതെങ്കിലും ഇവർക്ക് പറയാനുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച കാര്യങ്ങൾ പരിഹരിക്കാമല്ലോ. ഒത്തിരി പേര് പറഞ്ഞു ഇടവേള ബാബുചേട്ടനായിരുന്ന സമയത്ത് ഒരു പ്രശ്നം അതിനകത്തുണ്ടായാൽ അത് പറഞ്ഞ് തീർത്ത് കൈ കൊടുത്ത് വിടും, പുറം ലോകം അത് അറിയത്തില്ലായിരുന്നു പ്രശ്നങ്ങൾ. പക്ഷേ ഈ പെണ്ണുങ്ങളൊക്കെ കയറി ഇരുന്നിട്ട് ഇതുവല്ലതാണോ അതിനകത്ത് കാണിച്ചു കൂട്ടുന്നത്? എന്നതെല്ലാം കാര്യങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. പുള്ളിക്കാരിയൊക്കെ ഈ ഫെമിനിസ്റ്റുകളായതുകൊണ്ട് സ്ത്രീകൾ എല്ലായിടത്തും വേണം, സ്ത്രീകൾ അങ്ങ് കൊമ്പത്ത് കുത്തി അങ്ങ് നിർത്തണം എന്ന് പറയാം. ഇതൊക്കെ കയറിയിട്ടൊരു ഗുണവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ലെന്നറിയാം. അറിഞ്ഞുകൊണ്ട് പിന്നെയും ഈ സ്ത്രീകൾക്ക് വേണ്ടി കിടന്നങ്ങ് വാദിക്കുന്നത് കേൾക്കുമ്പോഴാണ് മനസ്സിലാകാത്തത്. സ്ത്രീകൾ മോശക്കാരെന്നല്ല പറയുന്നത്, സ്ത്രീകൾ നല്ലവരുണ്ട്, നല്ല രീതിക്ക് കാര്യങ്ങളും ഇവരുടെ ഈ മേഖല തന്നെയുണ്ട്, നല്ല കഴിവും പക്വതയുള്ള. നമ്മുടെ ആ ഒരു അമ്പിളി ദേവി അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, ഈ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്, അവരെത്ര പക്വതയോടുകൂടിയ കാര്യങ്ങൾ സംസാരിക്കുന്നതറിയാം. അതിനകത്ത് ഓരോ കാര്യങ്ങളും ചോദിക്കുക, അവരാരും കുറ്റപ്പെടുത്തി പറയുന്നില്ല. ഒരു മനുഷ്യർ എത്ര പക്വതയോടുകൂടിയാണ് അവരൊക്കെ സംസാരിക്കുന്നത്. അവരെപ്പോലുള്ളൊക്കെ അങ്ങനെ കാര്യങ്ങൾ നല്ല പക്വതയോടുകൂടി, പ്രായമായവരെ ഉള്ളവരെ നല്ല പക്വതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് അതിനകത്ത് കൊണ്ടുവരേണ്ടത്. അല്ലാതെ അവിടെ എവിടെയും കിടന്ന് കൊതിയും നുണയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവിഹിതവും പറഞ്ഞ് തമ്മിൽ തല്ലിപ്പിച്ച് കേസും ഇങ്ങനെ നടക്കുന്നതിനൊന്നും അല്ല കൊണ്ടുവരേണ്ടത്. മാലപാർവതി ഒരു ന്യൂസ് ചാനലിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അൻസിബ വന്നിങ്ങനെ ഇതിൻ്റെ പുറത്ത് വെളിയിൽ വന്നിങ്ങനെ ന്യൂസ് ചാനലിലൂടെ പറഞ്ഞപ്പോൾ കുറച്ച് പേര് ചോദിച്ചു ഇതൊക്കെ സംഘടനയിലുള്ള കാര്യങ്ങളല്ലേ, അവിടെ വേണ്ടേ പറഞ്ഞു തീർക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അൻസിബ കുറേ പേര് കുറ്റപ്പെടുത്തിയായിരുന്നു. കുറേ പേര് ഈ വക കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന് പറയേണ്ട കാര്യം എന്നാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവരങ്ങനെ പുറത്ത് വന്ന് പറയാനായിട്ടൊരു കാരണമുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ അൻസിബയുടെ കൂടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുക്കുവിൻ്റെയും ശ്വേതയുടെയും കൂടെ ഞാൻ എത്രത്തോളം നിന്നോ ഇപ്പം ഞാൻ അത്രയും തന്നെ ഞാൻ അൻസിബയുടെ കൂടെ നിൽക്കുന്നത്. അൻസിബ പറയുന്നത് ലോജിക്കലാണ്, അൻസിബ പറയുന്നത് പരദൂഷണമല്ല. അൻസിബയുടെ പേര് മറ്റൊരു യൂട്യൂബ് ചാനലിൽ കൂടെ വന്ന് ഭാവിയിൽ ചീത്തയാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അൻസിബ മീഡിയ എടുത്ത് വന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ തന്നെ കേരളത്തിൽ സർവൈവ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പരദൂഷണവും ലൈറ്റായിട്ടുള്ള കാര്യം. നമ്മുടെയൊക്കെ പബ്ലിക് ഇമേജ് അത്ര ഇമ്പോർട്ടൻ്റ് ആക്ടേഴ്സ് അല്ലേ.
അവിടെ പിന്നെ രഹസ്യമായിട്ട് വാർത്തകൾ യൂട്യൂബർക്ക് ചൂർത്തിക്കൊടുത്ത് നമ്മളുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കുന്ന ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായ നല്ല മീഡിയയിൽ വന്നിട്ട് ഇത് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? ഈ ഒരു കാരണം കൊണ്ടാണ് അൻസബ് വന്ന എല്ലാ കാര്യങ്ങളും പുറത്ത് പറഞ്ഞത്. ആ യൂട്യൂബർ ആരാന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാര്യം വെച്ചാൽ ഒരു വോയിസ് പുറത്ത് വന്നായിരുന്നല്ലോ ഈ അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ, അന്ന് എടുത്തിട്ടൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു. ആ ആൾ തന്നെയായിരിക്കും, ആ യൂട്യൂബിൽ തന്നെയാണ് ഞാൻ ഈ വോയിസ് എടുത്തത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു യൂട്യൂബർ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഇവർ പറയുന്ന യൂട്യൂബർ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇവരൊക്കെ ആയിട്ട് ഒരുപാട് അടുപ്പമുള്ളവരാണ്. ഇവരൊക്കെ ഈ മെയിൻ ആയിട്ടുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിനെ വിളിക്കും, അവർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഈ ഇടയ്ക്ക് തന്നെ സജിന ഇട്ടില്ലായിരുന്നോ, മറുനാടന് ഇട്ടായിരുന്നു, മറുനാടൻ എന്നുള്ള അതിനകത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുത്തായിരുന്നു അവരുടെ ഇൻ്റർവ്യൂ. അതൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചാനലുകളാണ്. അതുകൊണ്ടാണ് അവർക്കൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഒരു കാര്യത്തിലൂടെ ഇവരെ പറ്റി എന്നതെല്ലാം കാര്യങ്ങൾ വന്നു. ഇവർ മതം മാറ്റാൻ നോക്കി. അൻസബ മറ്റേ ടിനി ടോമിൻ്റെ ഡ്രൈവർ തന്നെ ഒന്നിച്ച് പറഞ്ഞു, അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന്. അതൊരു കാര്യം വന്നു. പിന്നെ സിനിമയിലുള്ള ഒരു പ്രമുഖ നടൻ്റെ പേര് ചേർത്ത് അവരെ മോശമായിട്ട് സംസാരിച്ചു, അവരുമായിട്ട് അവർക്ക് മോശമായിട്ടുള്ള ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നതെല്ലാം കാര്യങ്ങളും അങ്ങനെ അവർ ഒത്തിരി ചെളി വരുത്തേച്ച്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാര്യം ആദ്യമേ എന്നത് വരുന്നു, അത് പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞേ ആയിരിക്കും അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി വരുന്നത്. അതിന് ഉദാഹരണമാണ് ഫിറോസിൻ്റെ കാര്യം വന്നപ്പോൾ സജിന വന്ന് കരഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാം പെട്ടെന്ന് വിശ്വസിച്ചു. ഇവർ ഇത്രയ്ക്ക് അനുഭവിച്ചല്ലോ, കഷ്ടമുണ്ടല്ലോ, പാവം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്രയും വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഞാൻ പോലും അതെല്ലാം വിശ്വസിച്ച് എനിക്കും അവരുടെ ഒരു സഹതാപം തോന്നിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചീട്ടൊക്കെ നമ്മളിങ്ങനെ കൂടാരം പോലെ ആക്കി വെക്കത്തില്ലേ, അതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുമ്പോൾ, അല്ല ചോട്ടിൽ ചെറുതായിട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് അതിന് മൊത്തം താഴെ അങ്ങ് വീഴും എന്ന് പറയുന്ന പോലെ അത് കഴിയുമ്പോൾ വന്ന കാര്യങ്ങൾ എന്നതൊക്കെയാണ്. പിന്നീട് ഇപ്പോൾ ഫിറോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ല. ഈ ബാക്കിയുള്ള ഇവരുടെ കഥകളൊക്കെയാണ് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യമേ അവരെ പറ്റി ഒരു മോശം വന്നു കഴിഞ്ഞാൽ, അൻസബി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ്. പുള്ളിക്കാരിയെ പറ്റി എന്നതിലൊക്കെ ഒരു മോശം കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വരല്ലേന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു മോശം പേര് വന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അത് അങ്ങനെ വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവരതിന് മുമ്പേ വന്ന് സത്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. എന്നാണേലും പുതിയ സംഘടനയും പുതിയ ആൾക്കാരും രമേശ് പിഷാരടിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാതൊക്കെ പോകാനുള്ള സാധ്യതയാണുള്ളത്. കാര്യം പുള്ളിക്കാരന് കുറച്ച് കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് തീരുമാനിക്കുന്ന വ്യക്തിയാണ്. പറയാനുള്ളത് പുള്ളി കോമഡി ആയിട്ടുള്ള എന്നെ നേരെ ചെവ്വ അങ്ങ് പറഞ്ഞു പോകും. അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലല്ലോ. അങ്ങനെയുള്ളതാണ് ഏറ്റവും നല്ലത്. ആരും വിക്കറ്റ് വരത്തില്ലല്ലോ. ഒരാളെ സൂചിപ്പിച്ച് പറയാൻ നിൽക്കുമ്പോഴത്തേക്ക് മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടത്തില്ല, മറ്റേ ആൾക്ക് സൂചിപ്പിച്ചിരുമ്പോൾ ഇപ്പുറത്തേക്ക്. അപ്പം പറയാനുള്ളത് എല്ലാവരും നേരെ തുറന്നു പറഞ്ഞു പോകുകയാണെങ്കിൽ ആരും പിന്നെ പറയുമല്ലോ നീ എൻ്റെ സൈഡിൽ നിന്നത് അല്ലെങ്കിൽ നീ എൻ്റെ സൈഡിൽ നിന്നെന്ന് പറയത്തില്ലല്ലോ. സത്യങ്ങൾക്ക് നേരെ അങ്ങ് പോവുക, ബാക്കിയുള്ളതെല്ലാം മൈൻഡ് ചെയ്തിരിക്കുക. എന്നാലും നല്ലൊരു സംഘടനയാണ്, നല്ല രീതിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് പണ്ടൊക്കെ ഈ സംഘടനയൊക്കെ ഉണ്ടായിട്ടാണ് ഈ സിനിമാക്കാരൊക്കെ. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് കലാകാരന്മാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് പെൻഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും സർക്കാരിൽ നിന്ന് കിട്ടുന്നവരൊന്നുമല്ല. അപ്പം അവർക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്കൊക്കെ എന്നതെങ്കിലും ഇവരൊക്കെ കൊടുക്കുന്ന ഒരു സഹായമാണ്. അതുപോലെ അവരൊക്കെ കൂടി ഒന്നിച്ച് എല്ലാവരൊക്കെ കൂടുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാണ്. ഇതിനകത്ത് ഒത്തിരി കലാകാരന്മാർ ഈ ഒരു കാര്യത്തിന് വന്നപ്പോൾ തന്നെ പ്രായമായിട്ടുള്ളൊരു ഒരാളുടെ സഹായത്തോട് കയറി വരുന്നത് അവരൊക്കെ ആ ഒരു ഇതിന് വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത്രയും അവരാഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സംഘടനയെ മുന്നോട്ട് പോകണമെന്നും അവരൊക്കെ അത് എല്ലാവരെയും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാണ്. അപ്പം നല്ല രീതിക്ക് തന്നെ പോട്ടെ. ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ നല്ലതാണ്, നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക, നല്ല നല്ല ആൾക്കാരെ അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവരിക. അല്ലാതെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല. അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരെ കൊണ്ട് പറ്റുമോ അവരെ മുന്നിൽ കൊണ്ടു നിർത്തി കാര്യങ്ങൾ മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ സ്ത്രീകൾ മാത്രം ഭരിച്ചാലേ അവിടെ നേരെയാവുള്ളൂ, സ്ത്രീകൾക്ക് അതിനൊരു മുൻഗണന കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇതിനകത്ത് സ്ത്രീകൾ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, സ്ത്രീകൾക്ക് തന്നെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. സ്ത്രീകൾ ഭരണത്തിലിരിക്കെ തന്നെ സ്ത്രീകൾക്ക് തന്നെ പ്രശ്നങ്ങൾ വന്നേക്കുവാണ്. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. സ്ത്രീയാണേലും പുരുഷനാണേലും കഴിവുണ്ടെങ്കിൽ നല്ല രീതിക്കൊരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കഴിവില്ലാതെ കയറി ഓരോന്നൊക്കെ കയറി കാണിക്കുന്നതിന് ഒന്നും പറയുന്നില്ല. എന്നാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.